ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। जय जय श्री चैतन्य जय नित्यानंद। जय द्वैत चंद्र जय गौरभक्तवृंद। जय जय श्री चैतन्य जय नित्यानंद। जय द्वैत चंद्र जय गौरभक्तवृंद। जय जय श्री चैतन्य जय नित्यानंद। जय द्वैत चंद्र जय गौरभक्तवृंद। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्दा राधाकान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हृदीयस्य प्रेरणाय प्रवर्तितो वराकरूपोऽपि तस्य हरेपदकमलं वन्दे चैतन्यदेवस्य। आजानलम्बितभुजौ कनकावदादौ सङ्कीर्तनैकपितरौ कमलायताक्षौ विश्वम्भरो द्विजवरो युगधर्मपालो वन्दे जगत्प्रियकरो करुणावतारो। जयति जयति देवा कृष्णचैतन्यचन्द्र जयति जयति कीर्तिस्तस्य नित्या पवित्रा। जयति जयति भृत्यास्तस्य विश्वेशमूर्ते जयति जयति नृत्यां तस्य सर्वप्रियाणाम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ നമസ്കാരം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും മഹാകാരുണ്യം കൊണ്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതം പഠിച്ചു വരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 5-ാമത്തെ അധ്യായം ആദിലീലയിലെ 22-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി 2 ക്ലാസ്സിലായിട്ട് ഒരുപാട് വലിയ ഭാവാർത്ഥമായതുകൊണ്ട് നമ്മൾ സമയമെടുക്കുന്നു. ഓക്കെ, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ എവിടെ വരെ എത്തിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ പ്രഭു. എന്നാൽ യോഗികളാകട്ടെ അതാണ് അടുത്തത് എടുക്കേണ്ടത്. ശരീരം ഉപേക്ഷിക്കുന്ന എല്ലാ ആത്മാക്കളും ഒരേ സ്ഥലത്താണ് പോകുന്നത് എന്ന വിചാരം വിഡിത്തമാണ്. അത് കഴിഞ്ഞു. അടുത്ത പാരഗ്രാഫ്. ഒറ്റ മിനിറ്റ്. ശിശുമാര ചക്രമൊക്കെ നമ്മൾ പറഞ്ഞോ?
ഇല്ല, അതെത്തിയിട്ടില്ല. ഇല്ല. ഓക്കെ. യോഗയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ആ, യോഗി. ആ, എന്നാൽ യോഗികളാകട്ടെ അവരുടെ ജീവിതം പരിപൂർണമാക്കാൻ ഓക്കെ, പരിശ്രമിക്കുന്നു. യെസ്, കിട്ടി. ഫൈൻ. ഓക്കെ, വായിച്ചു തുടങ്ങിക്കോളൂ. ആരാണ് വെച്ചാൽ. ഹരേ കൃഷ്ണ. എന്നാൽ യോഗികളാകട്ടെ അവരുടെ ജീവിതം പരിപൂർണമാക്കാൻ പരിശ്രമിക്കുന്നു. അതിനാൽ എല്ലാവരും യോഗികളായിരിക്കണമെന്ന് ഭഗവത്ഗീത ആജ്ഞാപിക്കുന്നു. ആത്മാവിനെ ഭഗവാന്റെ സേവനത്തിൽ ബന്ധിപ്പിക്കുന്ന സമ്പ്രദായമാണ് യോഗ. ഉയർന്ന ആധികാരികതയുള്ളവരുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ മാത്രമേ തന്റെ സാമൂഹിക സ്ഥിതിയിൽ മാറ്റം വരുത്താതെ അത്തരത്തിലുള്ള യോഗ പരിശീലിക്കാൻ ഒരുവന് കഴിയുകയുള്ളൂ. ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞതുപോലെ ഒരു യോഗിക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന എവിടെയും യാന്ത്രിക സഹായമില്ലാതെ പോകാൻ കഴിയും. കാരണം ഒരു യോഗിക്ക് തന്റെ മനസ്സിനെയും ബുദ്ധിയെയും തന്നുടെ ശരീരത്തിനുള്ളിൽ ചംക്രമണം ചെയ്യുന്ന വായുവിൽ സ്ഥാപിക്കുവാനും പ്രാണായാമ കല പരിശീലിക്കുന്നതിലൂടെ ആ വായുവിനെ ശരീരത്തിനു വെളിയിൽ പ്രപഞ്ചത്തിലെമ്പാടും വീശുന്ന വായുവിൽ കലർത്തുവാനും കഴിയും. ആ പ്രപഞ്ചവായുവിന്റെ സഹായത്തോടെ യോഗിക്ക് ഏത് ഗ്രഹത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കുവാനും അതിന്റെ അന്തരീക്ഷത്തിന് അനുയോജ്യമായ ഒരു ശരീരം നേടുവാനും സാധിക്കും. റേഡിയോ സന്ദേശങ്ങളുടെ ഇലക്ട്രോണിക് സംപ്രേഷണത്തിനോട് താരതമ്യപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഈ പ്രക്രിയ മനസ്സിലാക്കാനാവും. ഒരു പ്രത്യേക സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദ തരംഗങ്ങൾക്ക് റേഡിയോ സംപ്രേഷണികളിലൂടെ നിമിഷങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിക്കാൻ കഴിയും. പക്ഷേ ശബ്ദം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആകാശത്തിൽ നിന്നാണ്. പിന്നെ നേരത്തെ വിശദീകരിച്ചതുപോലെ ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്, മനസ്സിനേക്കാൾ സൂക്ഷ്മം ബുദ്ധിയും, ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് ആത്മാവ്. കൂടാതെ പ്രകൃത്യാ തന്നെ അത് ജഡപദാർത്ഥത്തിൽ നിന്ന് ഭിന്നവുമാണ്. ജീവാത്മാവിന് പ്രപഞ്ചാന്തരീക്ഷത്തിലൂടെ എത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മനസ്സും ബുദ്ധിയും ആത്മാവും പോലുള്ള സൂക്ഷ്മ ഘടകങ്ങളെ പരിവർത്തനം ചെയ്യുന്ന തലത്തിലേക്ക് വരാൻ ഒരുവന് ഉചിതമായ പരിശീലനവും ഉചിതമായ ജീവിത രീതിയും ഉചിതമായ സഹവാസവും ആവശ്യമാണ്. അത്തരം പരിശീലനം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, ഭക്തിയുത സേവനം, അഷ്ടാംഗയോഗ സിദ്ധി, ആത്മാവിനെയും പരമാത്മാവിനെയും സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളിൽ വിജയകരമായി തന്നെ ഐക്യപ്പെടുത്തുക ഇവകളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഒരു സ്ഥൂല ഭൗതികവാദിക്ക് അയാൾ ഒരു അനുഭവ തത്വവാദിയോ ശാസ്ത്രജ്ഞനോ മനഃശാസ്ത്രജ്ഞനോ ആരു തന്നെ ആയാലും തന്റെ അപക്വമായ ഉദ്യമങ്ങൾ കൊണ്ടോ വാക്കുകളുടെ മായാജാലം കൊണ്ടോ അത്തരം നേട്ടം കൈവരിക്കാനാവില്ല. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. യജ്ഞങ്ങൾ അഥവാ മഹത്തായ യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന സൂക്ഷ്മ ഭൗതികവാദികൾ ലബോറട്ടറികൾക്കും ടെസ്റ്റ് ട്യൂബുകൾക്കും അപ്പുറത്തുള്ള ഒന്നിനെക്കുറിച്ചും അറിവില്ലാത്ത സ്ഥൂല ഭൗതികവാദികളേക്കാൾ ശ്രേഷ്ഠരാണ്. അത്തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന പുരോഗതി ആർജിച്ച ഭൗതികവാദികൾക്ക് വൈശ്വാനരം എന്ന് വിളിക്കപ്പെടുന്ന സൂര്യന് സമാനമായ ഒരു ആഗ്നേയ ഗ്രഹത്തിൽ എത്തിച്ചേരാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും ഉന്നത ഗ്രഹമായ ബ്രഹ്മലോകത്തിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തിൽ പുരോഗതിയാർജിച്ച ഒരു ഭൗതികവാദിക്ക് അവന്റെ ദുർവൃത്തികളുടെയും അവയുടെ ഫലങ്ങളുടെയും എല്ലാം അടയാളങ്ങളിൽ നിന്നും സ്വയം മുക്തനാകാൻ കഴിയും. അത്തരം ഒരു ഭൗതികവാദി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവന് ധ്രുവനക്ഷത്രത്തിന്റെ ധ്രുവലോകം ഭ്രമണപഥത്തിലേക്ക് ഉയരാനാകും. ശിശുമാര ചക്രം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഭ്രമണപഥത്തിലാണ് ആദിത്യ ലോകങ്ങളും കൂടാതെ ഈ വിശ്വത്തിനകത്തുള്ള വൈകുണ്ഠ ഗ്രഹവുമുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനേകം യജ്ഞങ്ങളും തപശ്ചര്യകളും അനുഷ്ഠിക്കുകയും സമ്പത്തിന്റെ ഭൂരിഭാഗവും ദാനമായി നൽകുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധീകരിക്കപ്പെട്ട ഭൗതികവാദിക്ക് ധ്രുവലോകം പോലുള്ള ഗ്രഹങ്ങളിൽ എത്തിച്ചേരാനാവുകയും അവിടെ കൂടുതൽ യോഗ്യത നേടുന്ന പക്ഷം അവന് ബ്രഹ്മാണ്ഡത്തിന്റെ നാഭിയിലൂടെ കടന്നു പോയി ഭൃഗുമുനിയെ പോലുള്ള വിശുദ്ധന്മാർ ജീവിക്കുന്ന മഹർലോകം പ്രാപിക്കുന്നതിന് കഴിയുകയും ചെയ്യും. മഹർലോകത്തിൽ ഒരുവന് പ്രപഞ്ചത്തിന്റെ ഭാഗികമായ പ്രളയം വരെ പോലും ജീവിക്കാൻ സാധിക്കും. ഈ സംഹാരം ആരംഭിക്കുന്നത് അനന്തദേവൻ ലോകത്തിന്റെ ഏറ്റവും അധമ ഭാഗത്തു നിന്ന് ആളിക്കത്തുന്ന ഭീകരമായ അഗ്നിജ്വാല ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ്. ഈ അഗ്നിയുടെ താപം മഹർലോകം വരെയും എത്തുകയും അപ്പോൾ മഹർലോകവാസികൾ 2 പരാർത്ഥകാലം നിലനിൽപ്പുള്ള ബ്രഹ്മലോകത്തിലേക്ക് പോവുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ശ്രീല പ്രഭുപാദ് കി ജയ്. ബ്രഹ്മലോകത്തിൽ അസംഖ്യം വിമാനങ്ങളുണ്ട്. അവ നിയന്ത്രിക്കപ്പെടുന്നത് യന്ത്രങ്ങൾ കൊണ്ടല്ല, മന്ത്രങ്ങൾ കൊണ്ടാണ്. ബ്രഹ്മലോകത്തിൽ മനസ്സിനും ബുദ്ധിക്കും അസ്തിത്വമുള്ളതിനാൽ അവിടെ ജീവിക്കുന്നവർക്ക്
സുഖദുഃഖങ്ങളുടെ വികാരങ്ങളുണ്ട്. എങ്കിലും അവിടെ വാർദ്ധക്യം, മരണം, ഭയം, താപം ഇവകളിൽ നിന്നുള്ള ദുഃഖത്തിന് വഴിയില്ല. എന്നാലും അവർ സംഹാരാഗ്നിയാൽ വിഴുങ്ങപ്പെട്ട് ദുരിതപ്പെടുന്ന ജീവസത്തകളോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നു. ബ്രഹ്മലോകവാസികൾക്ക് മരണസമയത്ത് മാറാൻ സ്ഥൂലമായ ഭൗതിക ശരീരങ്ങളില്ല. പക്ഷെ അവർ അവരുടെ സൂക്ഷ്മ ശരീരങ്ങൾ ആധ്യാത്മിക ശരീരങ്ങളായി രൂപാന്തരപ്പെടുത്തുകയും അപ്രകാരം ആധ്യാത്മിക ആകാശത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മലോകത്തിൽ ജീവിക്കുന്നവർക്ക് 3 വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പരിപൂർണത നേടാൻ കഴിയും. തങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലമായി ബ്രഹ്മലോകം പ്രാപിച്ച വ്യക്തികൾ ബ്രഹ്മാവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം വിവിധ ഗ്രഹങ്ങളുടെ അധിപന്മാരായി തീരുന്നു. ഗർഭോദകശായി വിഷ്ണുവിനെ ആരാധിച്ചിരുന്നവർ ബ്രഹ്മാവിനൊപ്പം മോക്ഷപ്രാപ്തരാകുന്നു. പിന്നെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാർ തൽക്ഷണം പ്രപഞ്ചത്തിന്റെ ആവരണം ഭേദിച്ച് ആത്മീയാകാശത്തിൽ പ്രവേശിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, ബാക്കി 2 ചെറിയ പാരഗ്രാഫും കൂടി ഉള്ളൂ. ഹരേ കൃഷ്ണ. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പ്രപഞ്ചഗോളങ്ങൾ നുരക്കുമിളകളുടെ കൂട്ടങ്ങൾ പോലെ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നു. അവയിൽ ചിലതു മാത്രമേ കാരണസാഗരത്തിന്റെ ജലത്താൽ ചുറ്റപ്പെടുന്നുള്ളൂ. കാരണോദകശായി വിഷ്ണുവിന്റെ കടാക്ഷത്താൽ സജീവമാകുന്ന ഭൗതിക പ്രകൃതി എണ്ണത്തിൽ ഒട്ടും സൂക്ഷ്മത്തിൽ നിന്ന് ക്രമേണ സ്ഥൂലത്തിലേക്ക് വികസിക്കുന്നതുമായ ഭൗതിക ഘടകങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. മിഥ്യാഹങ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ആകാശം, അതിന്റെ ഒരു ഭാഗം വായു, അതിന്റെ ഒരു ഭാഗം അഗ്നി, അതിന്റെ ഒരു ഭാഗം ജലം, അതിന്റെ ഒരു ഭാഗം ഭൂമിയും. അപ്രകാരം ഒരു ബ്രഹ്മാണ്ടം 400 കോടി മൈൽ വ്യാസത്തിൽ വ്യാപിക്കുന്നു. കാലക്രമേണയുള്ള മോക്ഷം കാക്ഷിക്കുന്ന ഒരു യോഗിക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സൂക്ഷ്മാവരണങ്ങൾ ഉൾപ്പെടെ പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത ആവരണങ്ങളെല്ലാം ഭേദിച്ചു കൊണ്ടേ അപ്പുറം കടക്കണം. അതിന് കഴിയുന്ന ഒരുവന് വീണ്ടും ഒരിക്കൽ മർത്യലോകത്തിലേക്ക് വരേണ്ടതില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീശുകന്റെ അഭിപ്രായത്തിൽ ഭൗതിക ആധ്യാത്മിക വ്യോമങ്ങളെക്കുറിച്ച് ഉള്ള മേൽപ്പറഞ്ഞ വിവരണം സാങ്കല്പികമോ അപ്രായോഗികമോ അല്ല. വൈദിക മന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സത്യങ്ങൾ വാസുദേവൻ അവിടെ നിന്നെ സംപ്രീതനാക്കിയ ബ്രഹ്മാവിന് വെളിപ്പെടുത്തി. വൈകുണ്ഠത്തെക്കുറിച്ചും പരമോന്നത ഭഗവാനെക്കുറിച്ചും സ്പഷ്ടമായ ആശയം ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരുവന് ജീവിത പരിപൂർണത നേടുവാൻ കഴിയുകയുള്ളൂ. ഒരുവൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെക്കുറിച്ച് സദാ ചിന്തിക്കുകയും വിവരിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ വേദങ്ങളുടെ 2 ആധികാരിക വ്യാഖ്യാനങ്ങളായ ഭഗവത്ഗീതയിലും ഭാഗവത പുരാണത്തിലും ഇത് ശുപാർശ ചെയ്തിട്ടുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ വിഷയങ്ങളെല്ലാം ഈ യുഗത്തിലെ പതിതരായ ജനങ്ങൾക്ക് അനായാസം സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം താല്പര്യമുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം ഇതെല്ലാം ചർച്ച ചെയ്യുന്നുമുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അങ്ങനെ ഒരുപാട് നീളമുള്ള ആ ഭാവാർത്ഥം നമ്മൾ വായിച്ചു. ശീലപ്രഭുജി എത്ര സമയം എടുത്തിട്ടാണ് ഇത് എഴുതിയിട്ടുണ്ടാവുക നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സമയം കൊടുത്ത് എത്രയും എക്സ്പ്ലനേഷൻ നമുക്ക് തരുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കമ്പാഷനാണ് നമ്മൾ കാണുന്നത്. ഗുരുജനങ്ങളുടെ ഒരു കമ്പാഷൻ. അവർ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കാൻ തയ്യാറാണ്. അവരുടെ ഒരു കംഫർട്ട് നോക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അവർ. ശിലപ്രഭുജിയെ സ്പെഷ്യലാണ്. ശിലപ്രഭുജി ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഡയറക്റ്റ്ലി വരുന്നതാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഗുരു മഹാരാജ്, അങ്ങനെ നമ്മുടെ ഗുരുപരമ്പരയിൽ വരുന്ന ഒരുപാട് പേര് ഭഗവാന്റെ നിത്യസിദ്ധരായിട്ടുള്ളവരെ ഭഗവാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ആളുകളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് വരുന്നതാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവർ അമാനുഷികമായിട്ടുള്ള ആളുകളെ പോലെ ഇവിടെ ഒന്നും പെരുമാറുന്നില്ല. സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് അവർ ജന്മ മൃത്യു ജരാവ്യാധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. കാര്യം ഭൗതികമായിട്ടുള്ളൊരു ശരീരം സ്വീകരിച്ചിട്ടാണ് അവർ വരുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടി. അതാണ് പോയിന്റ്. ഭൗതിക ശരീരം സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു തപസ്യയാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എളുപ്പമുള്ള കാര്യമാണോ? എത്ര ഇവിടെയുള്ള ഈ ത്രിഗുണങ്ങളുടെ ഇടയിൽ വരുന്ന ത്രിഗുണങ്ങൾ വരുന്ന അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും അതേപോലെ ഓരോ കാര്യങ്ങളും അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നിരിക്കുന്നു അല്ലേ? അതിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരെത്ര കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യുന്നു.
ക്ഷമിക്കണം. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. സോ ഗുരുജനങ്ങളെല്ലാവരും ഇവരെല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് വേണ്ടി. ബുദ്ധിമുട്ടുകളെല്ലാം സഹിക്കുന്നു. എന്നിട്ട് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം എന്നിട്ട് അതിന് വേണ്ട വില കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര പേർക്ക് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ സാധിക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന്? എനിക്ക് സാധിക്കില്ല. ഞാനിപ്പോഴേ പറയാം, ഞാൻ കൈവച്ചുകൊണ്ടാണ് പറയുന്നത്. ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയും. പക്ഷേ അവരൊക്കെ അവരുടെ ജീവിതം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഉറക്കമില്ലാതെയാണ് ശീല പ്രഭുപാജി ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഉറക്കമില്ലാതെ. നമുക്കൊരു മണിക്കൂർ ക്ലാസ്സിലിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഒരു മണിക്കൂർ ക്ലാസ്സിലിരിക്കാൻ തന്നെ എത്ര കഷ്ടപ്പാടാ. ക്ഷമയില്ല. പിന്നെ കേട്ടതാണല്ലോ, ഇതെല്ലാം എപ്പോഴും കേൾക്കണതാണ്. പ്രഭുവിന് തന്നെ പറയാനുള്ളൂ, പ്രഭുപാദിനും ഇതേ പറയാനുള്ളൂ. ഇനി അതും പറയുന്നുണ്ട്. നമ്മൾ പറയുന്നത് പ്രഭുപാദ്ജി പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നു. തത്ത പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തവും ഇല്ലല്ല. നമുക്കൊന്നും അറിയില്ല എനിക്ക്. എന്നാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രഭുപാദ്ജി റിപ്പീറ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് അത് കയറാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. സമയമില്ല പാഴാക്കാനെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1976 രാമനവമി ദിവസം ശീല പ്രഭുപാദി വൃന്ദാവനത്തിലുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഒരുപാട് മീറ്റിങ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കാലത്ത് മംഗളാരതിക്ക് അമ്പലത്തിൽ വന്നു 4:30. 4 മണിക്ക് എഴുന്നേറ്റു. 4:30 അദ്ദേഹം അമ്പലത്തിലുണ്ട്. 4 മണിക്ക് തൊട്ട് അദ്ദേഹം അമ്പലത്തിലുണ്ട്. അന്നത്തെ ദിവസം ഒരുപാട് പ്രധാനപ്പെട്ട കുറേ പൊളിറ്റീഷ്യൻസും അങ്ങനെയുള്ള ആളുകളൊക്കെ അമ്പലത്തിലേക്ക് വിസിറ്റ് ചെയ്ത ദിവസമാണ് അന്നത്തെ ദിവസം. ഒരുപാട് ആളുകൾ വൃന്ദാവനത്തിലേക്ക് വന്നിട്ടുള്ള ദിവസം, രാമനവമി, അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഓരോ വിശിഷ്ട വ്യക്തികളും വരുമ്പോൾ, അമ്പലത്തിലേക്ക് വരുമ്പോൾ അവരൊക്കെ പ്രഭുപാദനെ കാണാനും പോകുന്നു. അപ്പോൾ അദ്ദേഹം കാലത്തെ മോർണിംഗ് പ്രോഗ്രാം, കാലത്ത് മംഗളാരതിക്ക് അമ്പലത്തിലുണ്ട്. അതിനുശേഷം ആരതികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഭാഗവതം ക്ലാസ്സും ശീലപ്രഭാത് കൊടുത്തു. അതിനുശേഷം 9 മണി കഴിഞ്ഞപ്പോൾ 9 മണിക്ക് ശേഷം പ്രസാദം കഴിക്കുന്നു. അതുവരെ അമ്പലത്തിൽ തന്നെയാണ്, പോയിട്ടില്ല. 9 മണിക്ക് പ്രസാദം കഴിക്കുന്നു. പ്രസാദം കഴിക്കുന്നത് കഴിഞ്ഞതോട് കൂടിയിട്ട് വിസിറ്റേഴ്സാണ് അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ അവർ വരുന്നവരോടൊക്കെ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചാണ് പറയുന്നത്, ശാസ്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം എത്രമാത്രം പ്രാധാന്യമുണ്ട് ശ്രീമദ് ഭാഗവതത്തിന്, ശ്രീ ഭഗവത്ഗീതയ്ക്ക്, വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും. നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കണം. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്, പ്രീച്ച് ചെയ്യുവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പലവരും ഭഗവത്ഗീത വാങ്ങിക്കുന്നു, പലവരും ഭാഗവതം സെറ്റ് വാങ്ങിക്കുന്നു. കാര്യം ശീലപ്രഭുപാദിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ആ ഒരു ശുദ്ധഭക്തനിൽ നിന്ന് വരുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അങ്ങനെ പല ആളുകളും അറ്റ്ലീസ്റ്റ് പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു. അങ്ങനെ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കാലത്ത് മുതൽ തുടങ്ങിയതാണ്. ഇനി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വരെ ഇത് തന്നെയായിരുന്നു. വൈകുന്നേരം 7 മണിക്ക് 6 മണിക്ക് മധുരയിൽ ഒരു പ്രോഗ്രാമുണ്ട്. അദ്ദേഹത്തിനെ ഗസ്റ്റായിട്ട് പ്രഭുപാദനെ വിളിച്ചിട്ടുണ്ട് 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ വേണ്ടി. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഇദ്ദേഹം അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ കാലത്തെ മീറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് ബാക്ക് ടു ബാക്ക് സമയമില്ല ഒന്നിനും. അങ്ങനെ പ്രോഗ്രാം വന്ന സമയത്ത് 25,000 ആളുകൾ കൂടുന്ന ഒരു സംഘമാണ്. അവിടേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ശീലപ്രഭുപാദി അവിടെ പോകുന്നു. ശീലപ്രഭുപാദി അവിടെ കയറി സ്റ്റേജിലിരിക്കുന്നു. വ്യാസാസനത്തിലിരുന്ന് ക്ലാസ് എടുക്കുവാണ്. രാമനവമിയെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് പറയുന്നു. ക്ലാസ്സിന് മുമ്പായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം,
ഇപ്രാവശ്യം ഞാൻ ഹിന്ദിയിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത്, എന്നോട് ക്ഷമിക്കണം. അമേരിക്കൻ ഡിവോട്ടീസും യൂറോപ്പിലെ ഡിവോട്ടീസൊക്കെയാണ് കൂടുതലും. അന്ന് ശ്രീലപ്രഭുവിൻ്റെ ഡിസൈപ്പിൾസ് എല്ലാവരും ആ സമയത്ത് കൂടുതലും അവരായിരുന്നു, നമുക്കറിയാം. ഇന്നത്തെ ഗുരുവര്യന്മാർ അപ്പോൾ അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ശ്രീലപ്രഭുപാദ് ഇത് പറയുകയാണ്, അവരോട് ക്ഷമ ചോദിക്കുകയാണ്. പ്ലീസ് ഫോർഗീവ് മീ എന്നാണ് പറയുന്നത്. പ്രഭുപാദി 25,000-30,000 ആൾക്കാരുടെ മുമ്പിലിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസിനോട് അദ്ദേഹം പറയുന്നത്, കൂടെ അവരൊക്കെ വന്നിട്ടുണ്ട്, അവരോട് പറയുന്നത് എന്നോട് ക്ഷമിക്കണം, ഞാനിനി ഇവിടെ ക്ലാസ് ഇംഗ്ലീഷിലല്ല ഹിന്ദിയിലാണ് പറയുന്നത്, നിങ്ങളെല്ലാവരോടും ക്ഷമിക്കണം. അദ്ദേഹത്തിന് അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ആ ഒരു പൊസിഷൻ പോലും നോക്കുന്നില്ല. അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ 25,000 ലോക്കൽ ആൾക്കാർ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ റേഷ്യോ നോക്കുമ്പോൾ ആരെ കൂടുതൽ? മെജോറിറ്റി ആ മഥുരയിലുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഹിന്ദിയാണ് സൗകര്യം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഹിന്ദിയിൽ പറയുന്നത്. എന്നാൽ അത് ഇവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം 1.5 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഭഗവാനെക്കുറിച്ച് 1.5-2 മണിക്കൂറോളം ക്ലാസ് എടുത്തു. ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചും പറഞ്ഞു. പ്രഭുപാദിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ആ സമയത്ത് ക്ലാസ് കഴിയുന്നതോടുകൂടി ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ പല ആളുകളും വന്ന് വാങ്ങിച്ചു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞു, എല്ലാം ഭംഗിയായി. തിരിച്ച് വൃന്ദാവനത്തിൽ അമ്പലത്തിൽ എത്തുമ്പോൾ, അമ്പലത്തിൽ തന്നെയാണ് പ്രഭുപാദ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് എല്ലാവരും ബ്രഹ്മചാരി ആശ്രമത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ. അപ്പോൾ അവിടെ അദ്ദേഹം എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോൾ 11 മണി കഴിഞ്ഞു രാത്രി. ഓർക്കണം, കാലത്ത് 4 മണിക്ക് തുടങ്ങിയതാണ്, 1 മിനിറ്റ് പോലും ഒഴിവില്ലാതെ. 11 മണി എത്തിയപ്പോൾ കിടന്നപ്പോൾ 11:30. ബാക്കി ഫൈനൽ എന്താ പറയുക, എല്ലാം വൈൻഡപ്പ് ചെയ്തപ്പോൾ കിടന്നപ്പോൾ. പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസിന് കൂടെ പോയിട്ടുള്ളവർക്കൊക്കെ ക്ഷീണമായി. കാര്യം കാലത്ത് തുടങ്ങിയതാണ്. എല്ലാവരും കംപ്ലീറ്റ്ലി ടയേർഡാണ്. ഒരു ചെറിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ കിടക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഓരോരുത്തരും വീഴുന്ന അവസ്ഥയാണ്. അത്രയും ക്ഷീണമാണ്. കാര്യം ബാക്ക് ടു ബാക്ക് ബിസി ആയിരുന്നു അവരത്. പ്രത്യേകിച്ചും അന്നത്തെ ദിവസം ഫെസ്റ്റിവൽ ഡേയും കൂടെയാണ്. ഒന്ന് ഓർക്കണം, പ്രഭുപാജിയും 1 മിനിറ്റ് പോലും റെസ്റ്റ് എടുത്തിട്ടില്ല. അങ്ങനെ 11:30 ആശ്രമത്തിലെ ആളുകളും പ്രഭുപാദിൻ്റെ റൂമിലെ ലൈറ്റും ഓഫാവുന്നു. അന്നത്തെ ദിവസം ഒരു ഡിവോട്ടി, അദ്ദേഹത്തിന് ചെറിയ വയറിന് അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തുനിന്ന് എന്തോ കഴിച്ച് പ്രസാദം, പുറത്തുനിന്ന് മീൻസ് വൃന്ദാവനത്തിൽ. കാര്യം അമേരിക്കൻ ബോഡിയുള്ള ആൾക്കാർക്ക് അവർക്ക് നാട്ടിലെ ഭക്ഷണം, പുറമേ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഒരു പക്ഷേ സ്യൂട്ടാവില്ല. അപ്പോൾ എന്തോ കഴിച്ചു, സ്വീറ്റോ എന്തോ പുറത്തുനിന്ന് വാങ്ങിച്ചു, ഓഫർ ചെയ്ത് കഴിച്ചു. പക്ഷേ ആ സ്വീറ്റ് അദ്ദേഹത്തിന് പറ്റിയില്ല. വയറിന് അസുഖം വന്നപ്പോൾ അദ്ദേഹം കണ്ടിന്യൂസ്ലി ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ പോകുന്നു, ഇറങ്ങുന്നു, പിന്നെ വീണ്ടും പോകുന്നു, ഇറങ്ങുന്നു, ഇത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം പോയി. അപ്പോൾ അദ്ദേഹം കാണുന്നുണ്ട് ഇവർ 11:30 വന്നതും ഒക്കെ, ഇതെല്ലാം അറിയാം. അദ്ദേഹം ഉണ്ടായിരുന്നു കുറേ സമയം അവരുടെ കൂടെ. അപ്പോൾ ഏകദേശം ഒരു 1:30-2 മണിയായപ്പോൾ ഇദ്ദേഹത്തിന് ബാത്റൂമിൽ പോയി അവസാനം ഉറക്കം പോയി. അവസാനം അദ്ദേഹം വിചാരിച്ചു, എന്തായാലും ഉറക്കം പോയി, ഇനി എന്ത് ചെയ്യാം, ഇനിയൊന്നും ചെയ്യാനില്ല, ജപിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ചാൻഡിങ് ബാഗ് കൊടുത്ത് അദ്ദേഹം പുറത്തേക്ക് വന്നു. ആശ്രമത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അങ്ങനെ നടക്കുവാണ്. അപ്പോൾ അപ്പോൾ അങ്ങനെ താഴെ ടെമ്പിളിൻ്റെ തൊട്ടപ്പുറത്താണ് പ്രഭുപാദിൻ്റെ വീടുള്ളത്, അല്ലെങ്കിൽ താമസിച്ചിരുന്നത്, റൂം ഉള്ളത്. അപ്പോൾ നടന്നപ്പോൾ 1:30-2 മണി സമയത്ത്, രാത്രി നടക്കുന്ന സമയത്ത് ചാൻഡ് ചെയ്തുകൊണ്ട് നടക്കുവാണ്. അദ്ദേഹം പ്രഭുപാദിൻ്റെ റൂമിൽ ലൈറ്റ് കണ്ടു. അപ്പോൾ ലൈറ്റ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകാംക്ഷയായി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം നേരെ പ്രഭുപാദിൻ്റെ റൂമിലേക്ക് പോയി ജനലിലൂടെ ഉള്ളിൽ നോക്കുവാണ് എന്താണ് അവിടെ സംഭവിക്കുക, എന്താണ് ഉള്ളത്. ഇനി പ്രഭുപാദ് എണീറ്റിട്ടാണോ അതോ എന്തെങ്കിലും ആവശ്യത്തിനാണോ? ഇദ്ദേഹം ജനലിലൂടെ പതുക്കെ നോക്കുവാണ്. അപ്പോൾ പ്രഭുപാദിൻ്റെ സെർവൻസ് എല്ലാവരും ഉറങ്ങുകയാണ്. ആക്ച്വലി പ്രഭുപാദ് എഴുന്നേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 11 ആചാര്യന്മാരുടെ കമൻട്രീസ് ഉണ്ട് ഭാഗവതത്തിൻ്റെ. ശ്രീധർ സ്വാമിയുടെ, സനാതൻ ഗോസ്വാമി, ശീല ജീവ ഗോസ്വാമി, ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, അങ്ങനെ
എല്ലാ ആചാര്യന്മാരുടെയും കമൻട്രീസ് പുറത്തുണ്ട്, എല്ലാം തുറന്നിരിക്കുന്നു. പ്രഭുപാദിൻ്റെ കയ്യിൽ ഡിക്റ്റാഫോണുണ്ട്. അദ്ദേഹം എന്തായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്? ഭക്തിവേദാന്ത പർപ്പോട്ട്, നമ്മൾ ഈ വായിക്കുന്ന ഭക്തിവേദാന്ത പർപ്പോട്ട്സ് അദ്ദേഹം ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് ഡിക്റ്റാഫോണിൽ. രാത്രി 1:30-2 മണി സമയത്ത്. എപ്പോഴാണ് വന്ന് കിടന്നത്? 11:30-12 മണിക്ക്. 1:30 അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇത് ഈ ഡിവോട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം സ്കെഡ്യൂൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ കാണുന്നത് എന്താണെന്നും. അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രഭുപാദിനോടുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ അദ്ദേഹത്തിന് കൂടി. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ, എൻ്റെ ഗുരു സാധാരണ ഒരു വ്യക്തിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹം നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടി. അദ്ദേഹം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് പറഞ്ഞു. ഉറക്കെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടി, ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട്, സന്തോഷം കൊണ്ട്. അപ്പോൾ പ്രഭുപാദ് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ചോദിച്ചു അവിടെ ആരാണെന്നുള്ളത്. അപ്പോൾ പ്രഭുപാദ് ചോദിക്കുന്നുണ്ട്, ഹൂ ഇസ് ദിസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് എഴുന്നേറ്റു. സെർവൻ്റ് ചോദിച്ചു, പ്രഭുപാദ് എന്താണ്, എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം, എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു, സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രഭുപാദ് പറഞ്ഞു, സംബഡി ഈസ് ദർ ഔട്ട് സൈഡ്. ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ സംബഡി ഈസ് ഔട്ട് സൈഡ്, ആരോ പുറത്തുണ്ട്. ഹൂ ഇസ് ദാറ്റ്, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. ആരോ അവിടെ സെർവൻ്റ് ഉടനെ ഓടിപ്പോയി പുറത്ത് പോയി നോക്കുമ്പോൾ ഇദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് പ്രഭുപാദിൻ്റെ അത് കണ്ടപ്പോൾ. ഇദ്ദേഹത്തോട് ഈ സെർവൻ്റ് ചോദിച്ചു, പ്രഭുപാദിൻ്റെ വേറൊരു ഡിസൈപ്പിൾ ചോദിക്കുകയാണ് സെർവൻ്റായിട്ട്, അന്ന് പ്രഭുപാദിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങളിവിടെ ചെയ്യുന്നത്, ഈ രാത്രി സമയത്ത് നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ വയറിന് പ്രശ്നമായിട്ട് ഞാൻ ആകെ ഉറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി ജപിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം സെർവൻ്റ് ചോദിച്ചു, ജപിക്കുകയൊക്കെ കുഴപ്പമില്ല, ജപിക്കണമെങ്കിൽ ഈ സ്ഥലം മാത്രമേ ഉള്ളൂ, പ്രഭുപാദിൻ്റെ റൂമിൻ്റെ ചുറ്റും വന്ന് ജപിക്കേണ്ട ആവശ്യമുണ്ടോ? അത് അദ്ദേഹത്തിന് ഡിസ്റ്റർബൻസ് ആവില്ലേ? വേറെ എത്ര സ്ഥലമുണ്ട് അമ്പലത്തിൽ പോയിരുന്ന് ജപിച്ചോളൂ. അപ്പോൾ അദ്ദേഹം സോറി പറഞ്ഞിട്ട് പോയി. അദ്ദേഹം സോറി പറഞ്ഞു പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈയൊരു സംഭവം പതിഞ്ഞു. അദ്ദേഹം പിന്നീട് പ്രഭുപാദിൻ്റെ മെമ്മറീസിൽ പറയുമ്പോൾ ആ ഡിവോട്ടി പറയുവാണ്, നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ ശ്രീല പ്രഭുപാദി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള സ്കെഡ്യൂളായിരുന്നു. ഇത് നടക്കുന്നത് 75-ാമത്തെ വയസ്സിൽ, 35-40 വയസ്സിലേ നമുക്ക് പറ്റാത്ത അവസ്ഥയാണ്. 75 വയസ്സെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഫ്ലാഗൻഡായി. അപ്പോഴാണ് ഇത്രയും ഓസ്റ്ററിറ്റി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രീല പ്രഭുപാദിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ മാസ്റ്ററിനെ, ഗുരുവിനെ കുറിച്ച് അദ്ദേഹം പറയുവാണ്, എൻ്റെ ഗുരു അദ്ദേഹം ചെയ്തിട്ടുള്ളത് പോലെ വേറെ ആരും ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനു വേണ്ടി വില കൊടുക്കുന്നുണ്ടോ? നമ്മളതിന് വേണ്ടിയിട്ട് ഇതിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ജീവിതത്തിൽ? സോ അതാണ് നമ്മുടെ ഗുരുജനങ്ങൾ. ഇതേപോലെ ശ്രീല പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസും അതേപോലെ തന്നെ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവർക്ക് ഹെൽത്തിൻ്റെ പ്രോബ്ലം അവർ നോക്കുന്നില്ല, അവരുടെ ഒരു സൗകര്യങ്ങളും അവർ നോക്കുന്നില്ല. അവർ മെർസി ഇങ്ങനെ ഫ്ലോ ചെയ്യണം. അവരുടെ കമ്പാഷൻ, അവരുടെ നമ്മളോടുള്ള ഈ ബദ്ധാത്മാക്കളോടുള്ള, നിത്യബദ്ധരായിട്ടുള്ള നമ്മളോടുള്ള സ്നേഹം, കരുണയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന്. ആ കാരുണ്യം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമുക്ക് ഇതൊക്കെ വിലയില്ല, നമുക്ക് ആർക്കും വിലയില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് സിൻസിയറിറ്റി കാണിക്കുന്നുണ്ടോ? ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരു ചെയ്യുന്ന കാര്യങ്ങൾ, ഗുരുവിൻ്റെ കാരുണ്യം, നമുക്ക് കിട്ടിയിട്ടുള്ള മഹാസൗഭാഗ്യത്തിന് നമ്മൾ വില കൊടുക്കുന്നില്ല. ഇതെല്ലാം കാര്യം നമുക്ക് എല്ലാം ഈസി ആയിട്ട് കിട്ടി, അതുകൊണ്ടാണ് വിലയില്ലാത്തത്. എല്ലാം ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ആരും കഷ്ടപ്പെട്ടിട്ടില്ല. ശ്രീല പ്രഭുപാദിൻ്റെ ഡിസൈപ്പിൾസ് ചെയ്തിട്ടുള്ള പോലെ ആരും വഴിയിൽ ബുക്ക് വിറ്റിട്ട് ഭഗവത്ഗീതയും ഭാഗവതവും കോപ്പി സെയിൽ ചെയ്തിട്ട് അതിൻ്റെ വരുമാനത്തിലായിരുന്നു ടെമ്പിൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ.
അന്ന് അവർ ആ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് നമുക്കിന്ന് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു. ഈ ഭാഗവതം ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഏതാബേസ് തുറക്കുന്നു, ഓൺലൈനിലുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയായി കാര്യങ്ങൾ, അതുകൊണ്ട് വിലയുമില്ലാതെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഷോപ്പിൽ ഈ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും ഫ്രീ ആണ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് ഒരു കടയിൽ ഇരിക്കുകയാണെങ്കിൽ ആളുകളൊന്ന് സംശയിക്കും, ഇതെന്താ അത് ഫ്രീ ആയിട്ട് കൊടുക്കണം, അപ്പോൾ എന്തോ തട്ടിപ്പുണ്ട്, അതുകൊണ്ട് പോകണ്ടെന്ന് പറയും. എന്നാൽ 100 രൂപയുടെ സാധനത്തിന് 300 രൂപ പ്രൈസ് മാർക്ക് ഇട്ടിട്ട് 50% ഡിസ്കൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോവും അവിടെ, അല്ലേ? ഫ്രീ ആണെങ്കിൽ പോവില്ല. നമുക്ക് നമ്മുടെ അവസ്ഥ അതാണ്. ഫ്രീ ആയിട്ട് കിട്ടുവാണ് ഇവിടെ കാര്യങ്ങൾ എല്ലാം, വിലയില്ല. എല്ലാം വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുവിനോട് ഉള്ള നന്ദിയില്ല, പ്രഭുപാദനോട് നന്ദിയില്ല, ആരോടും. ഭക്തിയിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നുമില്ല, എന്നെല്ലാം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രം. സോ അങ്ങനെ ആയിരിക്കരുത്. പറയുന്നത് നമ്മൾ അങ്ങനെ ആവരുത് എന്നാണ്. ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇവരോടൊക്കെ, ഓരോരുത്തരോടും. നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല അവിടെ, ഒന്നും നടക്കാനും പോകുന്നില്ല. കഴിവ് ഉണ്ടെങ്കിലല്ലേ ഒന്നുമില്ല നമുക്ക്. നമ്മൾ ശരിക്കും ശൂന്യം, വട്ടപ്പൂജക്കാരാണ്. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്, വീണ്ടും നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ചല്ല. നമ്മളെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് മാത്രം. ശൂന്യമാണ് എല്ലാവരും, ഫുള്ളി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കേർട്ടസി, ആ ഒരു സ്നേഹം, ആ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവരോടും വേണം. ഒരുപാട് ആളുകൾ നമ്മളെ സഹായിക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, വീട്ടിലെ ആളുകൾ ഉൾപ്പെടെ എല്ലാവരും. എവ്രിബഡി ഈസ് ഹെൽപ്പിങ് അസ് സം വേ ഓർ ദ അതർ. ഇപ്പോൾ നമ്മൾ പറയും വീട്ടിലെ ആൾക്കാർ ഇത് കൃഷ്ണാവബോധത്തിലില്ല, വേണ്ട. അവർ അനുവദിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർ നമ്മുടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഡിവോട്ടിയാണോ അല്ലേ എന്നുള്ളത് അടുത്ത കാര്യം. ഭക്ഷണം കഴിക്കാനുള്ള വക എവിടെ നിന്ന് വരുന്നു? അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി നമ്മൾ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഗുരുജനങ്ങളോട്, നമ്മളെ ഈ ആധ്യാത്മിക പാതയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളോടുള്ള കടപ്പാട് എത്രമാത്രം വേണമെന്ന് വിചാരിക്കൂ, എന്ന് ചിന്തിച്ചു നോക്കൂ. കാര്യം ഇതാണ് ഏറ്റവും വലിയ കാര്യം. കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ജീവിതത്തിൻ്റെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് ശാസ്ത്രങ്ങളും ഗുരുജനങ്ങളും. ഗുരു സാധു ശാസ്ത്രം, അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. ഗുരു, ശ്രീ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതത്വമാണ്. ഒരു വ്യക്തി മാത്രമല്ല, ഒരുപാട് ഗുരുജനങ്ങളുണ്ട് അതിൽ. നിത്യാനന്ദ പ്രഭു മുതൽ തുടങ്ങുവാണ് നമ്മൾ ഗുരു പരമ്പരയിലുള്ള ഓരോരുത്തരും. ശീല പ്രഭുജിയും ഗുരുവും, നമുക്ക് ദീക്ഷ തരുന്ന ഗുരുവും നമുക്ക് ശിക്ഷ തരുന്ന ശിക്ഷാഗുരുവും എല്ലാവരും ആ പരമ്പരയിൽ വരുന്നവരാണ്. സോ ആ തത്വം, അതൊരു തത്വമാണ്. ഗുരുതത്വം എന്നാണ് പറയുന്നത്. ഗുരുതത്വം മനസ്സിലാക്കണം നമ്മൾ. സാക്ഷാൽ ഹരിത്വേന സമസ്ത ശാസ്ത്രർ. എന്താ പറയുന്നത്? എല്ലാ ശാസ്ത്രവും പറയുന്നു സാക്ഷാൽ ഹരിയാണ് ഗുരുവെന്ന്. ഗുരു ഒരിക്കലും പറയില്ല ഞാൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണെന്നോ, ഞാൻ എന്നെ ഭഗവാനെ പോലെ കാണുന്ന ഒരു ഗുരുവും പറയില്ല. പ്രോപ്പറായിട്ടുള്ളൊരു ഗുരു പറയില്ല. ശരിക്കും പ്രോപ്പർ അല്ലാത്ത ഗുരു പറയും എന്നെ പൂജിക്കൂ, എന്നെ അഭിഷേകം ചെയ്യൂ. എന്നാൽ ശരിക്കുള്ളൊരു ഗുരു, ശരിയായിട്ടുള്ളൊരു ഗുരു അങ്ങനെ പറയില്ല. ഡിസൈപ്പിൾസ് ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു, പല പല പൂജകൾ പലതും ചെയ്യുന്നു. അത് അവർ ചോദിച്ചിട്ടല്ല. ഗുരു അതിനെ അനുവദിക്കുന്ന കാരണം എന്താണ്? അവരുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ കാണുന്നുണ്ടാവും ശീലപ്രഭുപാദൻ്റെ ഉള്ള സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തും വ്യാസപൂജ നടക്കുമ്പോൾ, അതായത് വ്യാസപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ആവിർഭാവതിഥിയിൽ നമ്മൾ വ്യാസപൂജ എന്നാണ് പറയുക അതിന്. അപ്പോൾ അന്നത്തെ ദിവസം സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഗുരു ഉണ്ടെങ്കിൽ ഗുരു ഇപ്പോഴും ഈ ലോകത്ത് ഉള്ള സമയമാണെങ്കിൽ ആ ഗുരുവിനെ നമ്മൾ പേഴ്സണലി സെർവ് ചെയ്യും, പേഴ്സണലി ആരതിയും പൂജകളൊക്കെ ചെയ്യും, അഭിഷേകം ചെയ്യുന്നു പാദങ്ങളിൽ. ഇതെല്ലാം
ഇതെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ച് വന്നപ്പോഴും അദ്ദേഹം സാന്ദീപനി മുനിയും അദ്ദേഹത്തിൻ്റെ ഗുരുജനങ്ങൾക്ക് അദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ട്. ശ്രീരാമചന്ദ്ര ഭഗവാൻ വശിഷ്ഠ മുനിക്കും ഇതുപോലെ സെർവ് ചെയ്തിട്ടുണ്ട്. സ്വന്തം കൈകളുണ്ട് അഭിഷേകം ചെയ്ത് പാദങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവരെല്ലാവരും ഭഗവാൻ നേരിട്ട് വരുമ്പോഴും. ചൈതന്യ മഹാപ്രഭു അതേപോലെ തന്നെ ഈശ്വരപുരി മഹാരാജന് വേണ്ടി സെർവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് സിസ്റ്റം. അപ്പം അതുകൊണ്ട് ആ സംഭവം തന്നെ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നു. ഇത് ഗുരു ഇഷ്ടപ്പെട്ടിട്ടോ, ഗുരു അവിടെ ഇരുന്ന് ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നത് ഗുരു ഒരിക്കലും വിചാരിച്ചിട്ടല്ല, ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസൈപ്പിൾസിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അവരത് സമ്മതിക്കുന്നത്. കാര്യം അതാണ് അതിൻ്റെ സിസ്റ്റം. ഗുരുവിന് ആരുടെ റെസ്പെക്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ആരും അഭിഷേകം ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഇത് ആർക്കാണ് വേണ്ടത്? വേണ്ടത് ഡിസൈപ്പിൾസിനാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ പത്രം പുഷ്പം ഫലം തോയം, ഭഗവാൻ പറയുന്നു എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും ഭഗവാൻ എന്താ, നമ്മൾ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ലേ? നമ്മളെ പോലെയാണ്. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല. നമുക്ക് വായു ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല, ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല. ഭഗവാൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് സ്വരാട്ട ഇൻഡിപെൻഡൻ്റ് ആണ് അദ്ദേഹം. എന്നാലും നമ്മൾ അദ്ദേഹത്തെ സെർവ് ചെയ്യുന്നു. എന്തിനാണ്? നമ്മുടെ പ്യൂരിഫിക്കേഷൻ. ആവശ്യക്കാരൻ നമ്മളാണ്. പലപ്പോഴും ഇതൊക്കെ മറന്നു പോവാണ്. കാര്യം ഈസി ആവുമ്പോൾ പലതും എല്ലാം ഈസി ആയിട്ട് പ്ലേറ്റിൽ വരുമ്പോൾ നമ്മൾ വില കൊടുക്കാതെ വരുന്നു. പക്ഷേ ഈ തത്വങ്ങളൊക്കെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ദിവസം ഇത്രയും വലിയ ഭാവാർത്ഥം നമ്മൾ 2.5 ക്ലാസ് എടുത്തിട്ടാണ് വായിച്ചിട്ടുള്ളത്. 2.5 മണിക്കൂറോളം നമ്മൾ എടുത്തത് വായിക്കാൻ, എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ. അപ്പോൾ എത്രമാത്രം എഫേർട്ട് ശ്രീല പ്രഭുപാദ് എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് ചെറിയൊരു എക്സാമ്പിൾ മാത്രം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങളാണ്. സോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സുവർണ അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഗുരുജനങ്ങളുടെ എല്ലാവരുടെയും മഹാകാരുണ്യം കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ അവസരം പാഴാക്കാതിരിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എറ്റിക്കേറ്റ്സ് ആദ്യം പഠിക്കുക. എങ്ങനെ നമ്മൾ ഫോളോ ചെയ്യണം, എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, എങ്ങനെ നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ആളുകൾക്ക്, അതായത് ഗുരുജനങ്ങളെയും ഭഗവാന്റെയും ആ ഒരു കാരുണ്യത്തെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അവരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ സക്സസ് ഉണ്ടാവും നമുക്ക്. ഇതാണ് ആദ്യം പഠിക്കേണ്ടത് ഒരു ഡിസൈപ്പിളിനെ സംബന്ധിച്ച്. ഇത് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. തദ്വിധി പ്രണിപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരണാഗതിയാണ് അവിടെ. ശരണാഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ, ഇനി അതിനെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാലാണ് ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇവിടുന്ന് തട്ടി അവിടെ നിന്ന് പോകും. അപ്പോൾ ആവശ്യക്കാർ നമ്മളാണ്. പ്യൂരിഫിക്കേഷൻ നടക്കേണ്ടത് നമ്മുടെയാണ്, അല്ലാതെ വേറെ ആരുടെയും അല്ല. അവർക്കാർക്കും ഒന്നും ആവശ്യമില്ല. പ്രഭുപാദിനും നമ്മൾ ചെയ്തുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും അദ്ദേഹത്തിന് നേടാനില്ല. പക്ഷേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ കാരുണ്യം കൊണ്ട്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെ ജീവിതം പെർഫെക്റ്റ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള യോഗ്യത നേടും. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇന്ന് വായിച്ച ഭാഗത്തിൽ ആക്ച്വലി ശീല പ്രഭുപാദ് യോഗത്തെ പല യോഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കൂടുതലും അഷ്ടാംഗ യോഗത്തെക്കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരുന്നത്. നമ്മളിതിന് മുമ്പുള്ള പാരഗ്രാഫിലും കഴിഞ്ഞ ക്ലാസ്സിലും ചർച്ച ചെയ്തതാണ്. ഇന്നും അത് തന്നെയാണ്, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണക്ട് ചെയ്യുക ഭഗവാൻ, അല്ലേ? ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ പല രീതികളുണ്ട്. അതിൽ ഒരു രീതിയാണ് അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. അപ്പോൾ അഷ്ടാംഗ യോഗികൾക്കൊക്കെ പല പല സിദ്ധികൾ കിട്ടും. അവർക്ക് ചിലപ്പോൾ പറക്കാൻ സാധിക്കും, ഈ ഗ്രഹത്തിൽ നിന്ന് വേറെ ഗ്രഹത്തിലേക്ക് പോകാൻ സാധിക്കും. പോട്ടെ, ഇപ്പോൾ 14 ലോകങ്ങളിൽ ഒരു ലോകത്തു നിന്ന് വേറെ ലോകത്തേക്ക് സഞ്ചരിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ അവരെ കൊണ്ട് സാധിക്കും. ഇത് സിദ്ധികളിലൂടെ. അപ്പോൾ സിദ്ധി എന്ന് പറയുന്നതും നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല കിട്ടാൻ. അതിനും അതിൻ്റേതായിട്ടുള്ള തപസ്യകളും അതിൻ്റേതായിട്ടുള്ള പല ഓസ്റ്ററിറ്റീസും സേവനങ്ങളും
ചിലപ്പോൾ ഭക്തിയുത സേവനങ്ങൾ കൂടെ ചെയ്തിട്ടൊക്കെയാണ് ചില ആളുകൾക്ക് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ അതെല്ലാം ആ ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശിലപ്രഭാജി പറയുന്നത് ഈവൻ ഭൗതികവാദികൾക്ക് പോലും ഉപരിലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും, പ്രോപ്പറായിട്ട് ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. ശാസ്ത്രത്തിൽ അതാണ് പറയുന്നത്. നമുക്കറിയാം വേദങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലേ? ധർമാർത്ഥ കാമമോക്ഷ, പിന്നെ പഞ്ചമപുരുഷാർത്ഥം ശുദ്ധഭക്തി. ധർമാർത്ഥ കാമമോക്ഷത്തിൽ വരുന്ന ശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപരിലോകങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ മാർഗവും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വർഗ്ഗലോകത്തിലേക്ക് പോവാം, ധ്രുവലോകത്തിലേക്ക് പോവാം, വേണമെങ്കിൽ മഹർലോക, തപലോകം, എവിടേക്കൊക്കെ പോവാം. ഈവൻ ബ്രഹ്മലോകം, ബ്രഹ്മാവിൻ്റെ അടുത്തേക്കും പോവാം. അപ്പോൾ ആ ലോകത്തിലേക്ക് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന പൊസിഷനിലാണ് ബ്രഹ്മലോകം ഇരിക്കുന്നത്. എന്നാൽ ശ്വേതദ്വീപ് ഇരിക്കുന്നത്, ധ്രുവലോകം എന്ന് പറയുന്നത് നേരെ നമുക്കറിയാം ശിശുമാര ചക്ര എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അവിടെയാണ് ധ്രുവലോകം, അവിടെയാണ് ക്ഷീരോദ സായി വിഷ്ണു ഉള്ളത്. അവിടേക്കും പോകാൻ സാധിക്കും. ഇനി ക്ഷീരോദ സായി വിഷ്ണു ഇരിക്കുന്ന ആ ലോകത്തിലേക്ക്, സ്പെസിഫിക്കലി ധ്രുവ മഹാരാജ് ഇരിക്കുന്ന ആ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ചെറിയൊരു സ്ഥലം എന്നുള്ള രീതിയിലല്ല, ആ ഒരു ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ധ്രുവലോകം എന്നും ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം. അപ്പോൾ അതിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ടാവും, അതിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ടാവും. അതിൽ ഒരു ഭാഗത്താണ് ക്ഷീരോദ സായി വിഷ്ണു ഇരിക്കുന്നത്, അവിടെയാണ് ധ്രുവ മഹാരാജ് ഉള്ളതും. ക്ഷീരോദ സായി വിഷ്ണു ഉള്ള സ്ഥലം, ആ ഏരിയ ഒരിക്കലും നശിക്കില്ല. ഈവൻ പ്രളയം നടക്കുമ്പോഴും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാര്യം അത് വൈകുണ്ഠമാണ്. ഈ ബ്രഹ്മാണ്ടത്തിലെ വൈകുണ്ഠം, ഈ ബ്രഹ്മാണ്ടത്തിലെ വൈകുണ്ഠ ലോകത്തിന് ഒന്നും സംഭവിക്കില്ല. ബാക്കിയുള്ളതൊക്കെ പ്രളയത്തിൽ പോകുന്നു. അതാണ് അങ്ങനെ. അപ്പോൾ ഇവിടെ പറയുന്നു, അങ്ങനെ ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുന്നതോട് കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ കൂടെ ബ്രഹ്മലോകത്തിൽ ഉള്ള ആളുകളും ബ്രഹ്മാവും കൂടെ ഒരുമിച്ചാണ് വിഷ്ണുവിൻ്റെ ഗർഭസായി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ പിന്നീട് മഹാപ്രളയത്തിൽ എവിടെ പോകുന്നു? മഹാവിഷ്ണുവിൻ്റെ. അപ്പോൾ ആ സമയത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, ബ്രഹ്മാവ് ഡെഫിനറ്റ്ലി ബ്രഹ്മാവിൻ്റെ ആ ഒരു റോള് കഴിയുന്നു, ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. കൂട്ടത്തിൽ അത്രയും ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടെ പോകുന്നു. ഇല്ലാത്തവർ വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നു. അങ്ങനെ. അപ്പോൾ ബ്രഹ്മലോകത്തിലുള്ള ആളുകൾ മാത്രമല്ല, മറ്റുള്ള ലോകങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവരും കൂടെ പോവുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മലോകത്തിലുള്ള ആൾക്കാർ മോസ്റ്റ്ലി എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് പോകും. കാര്യം അവിടെ എത്തുക, ബ്രഹ്മലോകത്തിൽ എത്തുക എന്ന് പറയുന്നതിന് ചെറിയ കാര്യമില്ല. അവിടെ എത്തുന്നത് തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഒരു 99.9% നമ്മൾ പ്യൂരിഫൈ ആയിട്ടുള്ളവരാണ് അവിടെ എത്തുള്ളൂ. അപ്പോൾ പിന്നെ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. അവിടുന്ന് ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റാക്കി കഴിഞ്ഞു, അതോടുകൂടി നമുക്ക് പെർഫെക്ഷനായി. അപ്പോൾ അവിടെ എത്തുക എന്ന് പറയുന്നതിന് എളുപ്പമുള്ള കാര്യമല്ല. സോ ശിലപ്രഭാജി ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുവാണ്. ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഇതൊക്കെ പോസിബിളാണ് എന്ന് പറയുകയാണ്. ശാസ്ത്രങ്ങളിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അവസാനം ഭഗവത്ഗീതയിലും ഭാഗവതത്തെയും കുറിച്ച് പറയുന്നു. ഇതെല്ലാം ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും പറയുന്നുണ്ട്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെ പോകാൻ സാധിക്കുമെന്നുള്ളതൊക്കെ. ഇതെല്ലാ തത്വങ്ങളും ഈ ശാസ്ത്രങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കൂട്ടത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെ പോകാമെന്നുള്ളതും നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് വഴി പറഞ്ഞു തരുന്നു. സോ ശാസ്ത്രങ്ങൾ വായിക്കുക, പഠിക്കുക, ഗുരുജനങ്ങളിൽ നിന്ന് കേൾക്കുക, എന്നിട്ട് നമ്മളത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അവിടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് ശിലപ്രഭാജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് വലിയ ഭാവാർത്ഥമായിരുന്നു. ശിലപ്രഭാത് കി ജയ്. താങ്ക് യു ശിലപ്രഭാത്, ഇത്രയും മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഇത്രയും സമയമെടുത്ത് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നതിൽ. 23-ാമത്തെ ശ്ലോകം. മധുരദ്വാരകായ നിജരൂപ പ്രകാശീയ നാനാരൂപേ വിലാസയേ ചതുർവ്യൂഹ ഹയ. ഹരേ കൃഷ്ണ. മധുര ദ്വാരകായ നിജരൂപ പ്രകാശീയ നാനാരൂപേ വിലാസായേ ചതുർവ്യൂഹ ഹൈന. വിവർത്തനം. മധുരയിൽ വിവർത്തനം ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്.
മധുരയിലും ദ്വാരകയിലും ശ്രീകൃഷ്ണൻ തന്റെ മൗലിക രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അവിടുന്ന് ചതുർവ്യൂഹങ്ങളായി വിസ്തരിച്ച് നാനാ ലീലകൾ ആസ്വദിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മദർസി. സോ നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? ഭഗവാന്റെ വിസ്തരണങ്ങളെക്കുറിച്ചാണ് അല്ലേ? ബലരാമനെക്കുറിച്ച് പറയുന്നതാണ്, ബലരാമനെ നിത്യാനന്ദ പ്രഭുവിനെ കുറിച്ച് പറയുന്നതാണ് ഈ ചാപ്റ്ററിൽ അല്ല. അപ്പോൾ ആ ഒരു വിസ്തരണത്തെക്കുറിച്ച് പറയുവാണ്. ഗോലോക വൃന്ദാവനത്തിലെ അല്ലെങ്കിൽ ഗോലോക ചാർട്ടിലുള്ള ഭഗവാന്റെ ഓരോ എക്സ്പാൻഷൻസിനെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ മുഴുവനായിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലും മധുരയിലും എക്സ്പാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ സ്വയം രൂപ, അതിനുശേഷം ആദ്യത്തെ എക്സ്പാൻഷൻ ബലരാമൻ, പിന്നെ അതിനുശേഷം ചതുർവ്യൂഹം. ഇപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ ചതുർവ്യൂഹം വരുന്ന കാര്യമാണ് പറയുന്നത്. അതാണ് പറയുന്നത് മധുരയിലും ദ്വാരകയിലും ലീലകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ചതുർവ്യൂഹം അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഗോലോക അല്ലെങ്കിൽ കൃഷ്ണലോകത്തിലാണ് ആദ്യത്തെ ചതുർവ്യൂഹം കൃഷ്ണലോകത്തിലാണ് വരുന്നത്. അതിനുശേഷമാണ് പിന്നെയുള്ള എക്സ്പാൻഷനാണ് വൈകുണ്ഠത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് ചതുർവ്യൂഹത്തിലുള്ള സംഘർഷനിൽ നിന്നും മൂലസംഘർഷനിൽ നിന്നുള്ള എക്സ്പാൻഷൻ പിന്നെ വരുന്നത് നാരായണനാണ്. അദ്ദേഹം ഇരിക്കുന്നത് വൈകുണ്ഠത്തിലാണ്. അപ്പോൾ ആ ഒരു സ്ഥലം മാറുവാണ്. അപ്പോൾ കൃഷ്ണലോകം അവിടെ വരെയാണുള്ളത്. അതിനുശേഷം പിന്നെ വൈകുണ്ഠ ലോകമാണ്. വൈകുണ്ഠ ലോകം കഴിഞ്ഞ് മഹാസംഘർഷനിൽ നിന്നുള്ള എക്സ്പാൻഷൻ ആയിട്ടുള്ള കാരണോദസായ വിഷ്ണു 3 പുരുഷാവതാരങ്ങൾ വരുന്ന സമയത്ത് പിന്നെ ഭൗതിക ലോകത്തിലെ കാര്യമാണ് പിന്നെ അവർ പറയുന്നത്. ഇവിടെ പറയുന്നു ചതുർവ്യൂഹത്തെക്കുറിച്ച്. അടുത്ത ശ്ലോകം വാസുദേവ സംഘർഷന പ്രദ്യുമ്ന നിരുദ്ധ സർവചതുർവ്യൂഹ അംശി തുരിയ വിശുദ്ധ. ഹരേ കൃഷ്ണ പ്രഭു. വാസുദേവ സംഘർഷേണ പ്രത്യുപ്ന നിരുദ്ധ സർവ ചതുർവ്യൂഹ അംശി തുരിയ വിശുദ്ധ. വിവർത്തനം ഹരേ കൃഷ്ണ. അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വാസുദേവൻ, സംഘർഷണൻ, പ്രത്യുമ്നൻ, അനിരുദ്ധൻ എന്നിവർ പ്രഥമ ചതുർവ്യൂഹങ്ങളാകുന്നു. ഇവരിൽ നിന്ന് മറ്റെല്ലാ ചതുർവ്യൂഹ രൂപങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. അവരെല്ലാം വിശുദ്ധ തുരീയാവസ്ഥയിലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ആദ്യത്തെ സെറ്റ് ചതുർവ്യൂഹമാണ് ഇവിടെ പറയുന്നത്. ആക്ച്വലി നമ്മൾ ഈ പറയുന്ന എക്സ്പാൻഷൻസിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കൃഷ്ണൻ, ബലരാമൻ, ചതുർവ്യൂഹം, നാരായണൻ, വീണ്ടും ചതുർവ്യൂഹം, പുരുഷാവതാരം, അതിൻ്റെ ഇടയിൽ കുറേ എക്സ്പാൻഷൻസ് ഉണ്ട്. ഇത് മെയിനായിട്ടുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് നമ്മൾ ഓർക്കണം. കാര്യം വൈകുണ്ഠത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വൈകുണ്ഠത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നാരായണൻ്റെ അവിടെ നിന്നുള്ള എക്സ്പാൻഷൻസ് അനേകമാണ്. അവിടെയുണ്ട് 4 കൈകളുള്ള എക്സ്പാൻഷൻസ്. ഭഗവാന്റെ നാരായണൻ്റെ എക്സ്പാൻഷൻസ് ഒരുപാടുണ്ട്, അസംഖ്യം. അപ്പോൾ അതൊന്നും നമ്മൾ പറയുന്നില്ല. അവിടെ അനിരുദ്ധും പ്രദ്യുമ്നോ, അതേപോലെ ദാമോദര, ഗോവിന്ദ, അങ്ങനെ പല 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 പേരുകളിൽ ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻസ് 4 ചതുർഭുജമൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ പല പല അവതാരങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഭാഗവതത്തിൻ്റെ ചട്ട നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഭാഗവതം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചട്ടയിലുണ്ട് കുറേ വൈകുണ്ഠത്തിലെ ഒരുപാട് വൈകുണ്ഠ ലോകങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ ഓരോ വിഷ്ണുമൂർത്തികളെ കാണാം അല്ലേ. അപ്പോൾ അതൊക്കെ എക്സ്പാൻഷൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാം ഇവിടെ പറയുന്നില്ല. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു എക്സ്പാൻഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് എയ്തിന ലോകേ കൃഷ്ണ കേവല ലീലമയ നിജഗണലയ ഖേലെ അനന്ത സമയ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏയിതിന ലോകേ കൃഷ്ണ കേവല ലീലാമയ നിജഗണലന ഖേലെ ആനന്ദ സമയ. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. ഈ 3 സ്ഥലങ്ങൾ ദ്വാരക, മധുര, ഗോകുലം മാത്രം സർവ്വലീലാമയനായ ശ്രീകൃഷ്ണൻ തന്റെ പാർഷദന്മാരുമൊത്ത് അനന്തലീലകൾ ആടുന്നു. ഹരേ കൃഷ്ണ. സോ ദ്വാരകയിലും മധുരയിലും ഗോകുലത്തിലും അവിടെ കൃഷ്ണൻ നേരിട്ട്, ഭഗവാൻ കൃഷ്ണൻ്റെ നേരിട്ടുള്ള ലീലകളാണ് അല്ലേ. അപ്പോൾ ഇത് കൃഷ്ണലോകത്തിൽ നടക്കുന്നതാണ്. അല്ലെങ്കിൽ ഗോലോക എന്ന് പറയുന്ന പ്ലാനറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന അവിടെ നടക്കുന്നതാണ് ഈ ലീലകളൊക്കെ. പിന്നെ നാരായണൻ്റെ
ഭഗവാൻ നാരായണൻ്റെ കാര്യങ്ങളൊക്കെ അതെല്ലാം വൈകുണ്ഠലോകം താഴെ വരുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ നേരിട്ട് കൃഷ്ണനായിട്ട് 2 കൈകളുള്ള കൃഷ്ണൻ. അവിടെ പക്ഷെ വൃന്ദാവനത്തിലും മധുരയിലും ദ്വാരകയിലും ഭാവങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഭഗവാനും ഭഗവാന്റെ പാർഷദരും അവിടെയുണ്ട്. പരവ്യോമ മധ്യേ കരി സ്വരൂപ പ്രകാശ നാരായണ രൂപേ കരേന വിവിധ വിലാസ. ദാ നോക്കൂ, അപ്പോൾ നമ്മളീ പറയുന്ന ഓർഡർ ദാ ഇവിടെ കാണാം. അപ്പോൾ ചതുർവ്യൂഹത്തെക്കുറിച്ച് പറഞ്ഞു, അനേക എക്സ്പാൻഷൻസ് ഉണ്ടെന്നൊക്കെ പിന്നെ പറഞ്ഞു. ഭഗവാൻ നേരിട്ട് അവിടെയുണ്ട്, അല്ലാതെ എക്സ്പാൻഷൻസ് ഉണ്ട്. ഇനി വൈകുണ്ഠ ലോകത്തിലേക്ക്, അപ്പോൾ അടുത്ത റെൽമിലേക്ക് വരുവാണ് ചെയ്യുന്നത്, താഴോട്ട്. യെസ്, ഹരേ കൃഷ്ണ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. പരവ്യോമ മധ്യേ നാരായണ രൂപേ കരേന വിവിധ വിലാസ വിവർത്തനം. പരവ്യോമത്തിലെ വൈകുണ്ഠ ലോകങ്ങളിൽ അവിടുന്ന് നാരായണ രൂപത്തിൽ നാനാ ലീലകളാടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു. സോ നമ്മൾ പറഞ്ഞ പോലെ പരവ്യോമത്തിലെ രണ്ടാമത്തെ, ആദ്യം കൃഷ്ണലോകത്തെക്കുറിച്ച് പറഞ്ഞു. കൃഷ്ണലോകത്തിലെ ഏതൊക്കെയാണ് വരുന്നത്? ഗോകുലം അല്ലെങ്കിൽ വൃന്ദാവനം, മധുര, ദ്വാരക. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ നാരായണൻ ഇരിക്കുന്ന അവിടെ വൈകുണ്ഠത്തെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത സ്ഥലം. സ്വരൂപ വിഗ്രഹ കൃഷ്ണേര കേവല ദ്വിഭുജ നാരായണ രൂപേ സേ തനു ചതുർഭുജ ശംഖ ചക്ര ഗദ പത്മ മഹൈശ്വര്യമയ ശ്രീഭൂ നീല ശക്തിയാര ചരണ സേവയ. ഹരേ കൃഷ്ണ. സ്വരൂപ വിഗ്രഹ കൃഷ്ണര കേവല ദ്വിഭുജ നാരായണ രൂപേ സേയി തനു ചതുർഭുജ ശംഖ ചക്ര ഗദാ പദ്മ മഹേശ്വര്യമയ ശ്രീഭൂനീല ശക്തിയാൻ ചരണ സേവയ. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണന്റെ സ്വന്തം രൂപം ദ്വിഭുജമാണ്. എന്നാൽ നാരായണ രൂപത്തിൽ അവിടുന്ന് 4 കൈകളുണ്ട്. ചതുർഭുജങ്ങളിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയേന്തിയ ഭഗവാൻ ഐശ്വര്യപൂർണനാണ്. ശ്രീഭൂ നീലാശക്തികൾ അവിടുന്ന് പാദസേവനം ചെയ്യുന്നു. ഭാവാർത്ഥം: രാമാനുജന്റെയും മധ്വാചാര്യരുടെയും വൈഷ്ണവ വിഭാഗത്തിൽ ശ്രീഭൂ നീലാശക്തികളെ കുറിച്ച് വിപുലമായ വിവരണങ്ങളുണ്ട്. ബംഗാളിൽ നീലാശക്തി ചിലപ്പോൾ ലീലാശക്തി എന്ന് വിളിക്കപ്പെടുന്നു. ഈ 3 ശക്തികളും വൈകുണ്ഠത്തിൽ ചതുർഭുജ നാരായണന്റെ സേവനത്തിൽ നിരതരായിരിക്കുന്നു. ഭൂതയോഗി, സരയോഗി, ഭ്രാന്തയോഗി എന്നീ 3 ആഴ്വാർമാർ ഗേഹലി ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണന്റെ ഭവനത്തിൽ ആശ്രയം പ്രാപിച്ചപ്പോൾ നാരായണനെ നേരിൽ കണ്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ച് ശ്രീ സമ്പ്രദായത്തിന്റെ പ്രപന്നാമൃതത്തിൽ നൽകിയിട്ടുള്ള വിവരണത്തിൽ നാരായണനെ താഴെ കൊടുത്തിട്ടുള്ളത് പോലെ വർണ്ണിച്ചിരിക്കുന്നു. സാക്ഷാധിരൂഢം തടിതം ബുധാംഭം ലക്ഷ്മീധരം വക്ഷസി പങ്കജാക്ഷം ഹസ്തദ്വയേ ശോഭിത ശംഖചക്രം വിഷ്ണും ദദൃശൂർ ഭഗവന്തമാദ്യം ആജാനബാഹും കമനീയ ഗാത്രം പാർശ്വദ്വയേ ശോഭിത ഭൂമി നീലം പീതാംബരം ഭൂഷണഭൂഷിതാംഗം ചതുർഭുജം ചന്ദനരൂഷിതാംഗം. ലക്ഷ്മീദേവിയെ വക്ഷസിൽ വഹിച്ച് ഗരുഡാരൂഢനായിരിക്കുന്ന പങ്കജനേത്രനായ ഭഗവാൻ വിഷ്ണുവിനെ അവർ കണ്ടു. മിന്നൽ പിളറോട് കൂടിയ നീലക്കാർമുകിൽ പോലെ കാണപ്പെട്ട അവിടുന്നിന്റെ ചതുർഭുജങ്ങളിൽ 2 ശംഖും ചക്രവും വഹിച്ചിരുന്നു. കരങ്ങൾ കാൽമുട്ട് വരെ നീണ്ടിരുന്നു. ചന്ദനലേപനം ചെയ്ത അവിടുത്തെ സുന്ദരമായ സർവാംഗങ്ങളും തിളങ്ങുന്ന ആഭരണങ്ങളാൽ അലങ്കരിച്ചിരുന്നു. പീതാംബരധാരിയായ അവിടുത്തെ ഇരുപാർശ്വങ്ങളിലും സ്വശക്തികളായ ഭൂമിയും നീലയും നിലകൊണ്ടിരുന്നു. ശ്രീ ഭൂ നീലാശക്തികൾക്ക് സീതോപനിഷത്ത് താഴെ കൊടുത്തിട്ടുള്ള പ്രതിപാദ്യം നൽകിയിരിക്കുന്നു. മഹാലക്ഷ്മിർ ദേവേശസ്യ ഭിന്ന ഭിന്ന രൂപ ചേതനാത്മിക സാദേവി ത്രിവിധ ഭവതി ശക്ത്യാത്മന ഇച്ഛാശക്തി ക്രിയാശക്തി സാക്ഷാശക്തിർ ഇതി. ഇച്ഛാശക്തി ത്രിവിധ ഭവതി ശ്രീഭൂമി നീലാത്മിക. ഭഗവാന്റെ പരമശക്തിയായ മഹാലക്ഷ്മി വ്യത്യസ്ത രീതികളിൽ അനുഭവവേദ്യയാകുന്നു. ആ ലക്ഷ്മി ദേവി ഭൗതിക ശക്തിയും ആധ്യാത്മിക ശക്തിയുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. 2 സവിശേഷതകളിലും ദേവി ഇച്ഛാശക്തിയും ക്രിയാശക്തിയും അന്തരംഗ ശക്തിയുമായി വർത്തിക്കുന്നു. ഇച്ഛാശക്തി വീണ്ടും ശ്രീ ഭൂ നീല എന്നിങ്ങനെ 3ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. മായാശക്തി അഥവാ ദുർഗയായ ഭൗതിക പ്രകൃതി മാതാവിന്
ശ്രീ, ഭൂ, നീല എന്നിങ്ങനെ 3 വിഭാഗങ്ങളുണ്ടെന്ന് മാധ്വാചാര്യർ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത 4.6 വ്യാഖ്യാനത്തിൽ വേദശാസ്ത്രങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നു. ആധ്യാത്മിക ശക്തിയിൽ ദുർബലരായവർക്ക് ദേവി മായാശക്തിയാകുന്നു. എന്തുകൊണ്ടെന്നാൽ അത്തരം ശക്തികൾ വിഷ്ണു ഭഗവാന്റെ സൃഷ്ടിക്കപ്പെട്ട ശക്തികളാണ്. ഓരോ ശക്തിക്കും അപരിമിതനുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിലും അവ ഭഗവാന് കീഴിലുള്ളവയാണ്. എന്തുകൊണ്ടെന്നാൽ സർവശക്തികളുടെയും യജമാനൻ ഭഗവാനാണ്. ശ്രീല ജീവഗോസ്വാമി അദ്ദേഹത്തിന്റെ ഭഗവത് സന്ദർഭത്തിൽ ശ്ലോകം 23 പറയുന്നു: ഭഗവാന്റെ സർവ ഐശ്വര്യപൂർണവും സർവമംഗളകരവുമായ ധാമത്തെക്കുറിച്ചുള്ള വിഷ്ണു പുരാണത്തിലെ പ്രതിപാദ്യത്തിൽ ശ്രീ, ഭൂ, നീല ശക്തികൾ ഉൾപ്പെടുന്നു. ഭഗവാന്റെ ദിവ്യമായ നാമരൂപങ്ങളെ കുറിച്ച് സംവദിക്കുന്ന മഹാസംഹിതയും ജീവസത്തകളുമായുള്ള ബന്ധത്തിൽ ദുർഗയെ പരമാത്മാവിന്റെ ശക്തിയായി പ്രതിപാദിക്കുന്നു. അന്തരംഗ ശക്തി അവിടുത്തെ സ്വകാര്യ ലീലാ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഭൗതിക ശക്തി ത്രിഗുണങ്ങളെ ആവിഷ്കരിക്കുന്നു. ശ്രീ ഭഗവാന്റെ ഭൗതിക പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്ന ശക്തിയും ഭൂ ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ശക്തിയും നീല അഥവാ ദുർഗ സൃഷ്ടിയെ സംഹരിക്കുന്ന ശക്തിയുമാണെന്ന് വേദശാസ്ത്രങ്ങളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. ഈ ശക്തികളെല്ലാം ജീവസത്തകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ അവയെ മൊത്തത്തിൽ ജീവമായ എന്ന് വിളിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സോ ഇവിടെ ശ്രീല പ്രഭുപാദി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവിടെ ശ്ലോകത്തിൽ എന്ന് പറയുന്നത് കൃഷ്ണൻ 2 കൈകളുള്ള ഭഗവാൻ കൃഷ്ണൻ നമുക്കറിയാം. എന്നാൽ നാരായണനാണെങ്കിൽ 4 ചതുർഭുജമൂർത്തിയാണ്. 4 ചതുർഭുജനായതുകൊണ്ട് എന്തൊക്കെയാണ് ശംഖ്, ചക്ര, ഗദാപത്മോദയത്തിൻ്റെ ഓരോ കൈകളിലുണ്ട്. അതേപോലെ തന്നെ ശ്രീ, ഭൂ, നീല ശക്തികൾ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വൈകുണ്ഠത്തിലെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കൂ. വീണ്ടും ശ്രീല പ്രഭുപാദിൻ്റെ അദ്ദേഹം എത്ര ജീനിയസ് ആണെന്ന് നോക്കൂ. പ്രപന്നാമൃത ശ്രീ സമ്പ്രദായത്തിലെ ആ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നു ശ്ലോകം, നാരായണൻ്റെ ഡിസ്ക്രിപ്ഷൻ. കാര്യം ശ്രീ സമ്പ്രദായം അവർ ഫോളോ ചെയ്യുന്നത് നാരായണനാണ്. അതുകൊണ്ട് അവിടെയാണ് ഭഗവാൻ നാരായണനെ കുറിച്ച് ഏറ്റവും നല്ല വിശേഷണം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം റെഫർ ചെയ്തിട്ട് ഇവിടെ എഴുതി തന്നിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ വായിച്ചത്. ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ ഒരു രൂപം, വിഷ്ണുവിൻ്റെ ഭഗവാൻ നാരായണൻ്റെ ആ ഒരു രൂപത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നു. ശ്യാമ നിറത്തിലാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ നിറം ശ്യാമ നിറം എന്ന് പറഞ്ഞാലും അതിലും ഒരുപാട് തേജസ്സുള്ള, ഒരുപാട് എഫൾജൻസ് ഉള്ള രൂപമാണ്. ലക്ഷ്മി ദേവിയും ഈ പറയുന്ന ശ്രീഭൂ ശക്തി, നീലാശക്തികളൊക്കെ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ മുട്ടുവരെ നീളമുള്ള കൈകളാണ്. ആജാന ലംബിത ഭുജൗ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിത്യാനന്ദ പ്രഭുവിൻ്റെയും പറയുന്ന പോലെ ഇതെല്ലാം ഭഗവാന്റെ ലക്ഷണങ്ങളാണ്. കൈകൾ ഭഗവാന്റെയും വളരെ പരിശുദ്ധരായിട്ടുള്ളവരുടെയും ലക്ഷണമാണ് കൈകൾക്ക് നീളം ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരുപാട് അതിമനോഹരമായിട്ടുള്ള രൂപമാണ് ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നു ശ്രീ, ഭൂ, നീല എന്ന് പറയുന്ന 3 ശക്തികളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നതായിട്ട് ശ്രീല പ്രഭുപാദി ഇവിടെ കോട്ട് ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിച്ചു തരുവാണ്. ഇനി അതിനുശേഷം ശ്രീപാദ് മാധവാചാര്യരുടെ കമൻട്രി പറയുന്നു. മാധവാചാര്യരും പറഞ്ഞിട്ടുണ്ട് ശ്രീ, ഭൂ, നീല ശക്തിയെക്കുറിച്ച്. അപ്പോൾ ശ്രീ സമ്പ്രദായം രാമാനുജാര്യരെ കുറിച്ചും, രാമാനുജാര്യ സമ്പ്രദായം, മാധവാചാര്യ സമ്പ്രദായം, അവസാനം അദ്ദേഹം ജീവഗോസ്വാമി ഗൗഡീയ സമ്പ്രദായത്തിലെ ജീവഗോസ്വാമിയും കോട്ട് ചെയ്തിരിക്കുന്നു ഭാഗവത് സന്ദർഭത്തിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ എത്ര റെഫറൻസോട് കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് ആർക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഇതൊക്കെ പോയിട്ട്? ഒരിക്കലും സാധിക്കില്ല. എല്ലാം മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് നമുക്ക്. അപ്പോൾ ഇവിടെ ശ്രീല ജീവഗോസ്വാമി വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്നു ഈ ശ്രീ, ഭൂ, നീലാശക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് ശ്രീശക്തി എന്ന് പറയുന്നതാണ് ഈ ഭൗതിക ലോകത്തെ നിലനിർത്തുന്നത്. ഭൂശക്തി എന്ന് പറയുന്നത് ശ്രീശക്തി ഇതിനെ പരിപാലിക്കുന്നത്. ഭൂശക്തിയാണ് ഇത് സൃഷ്ടിക്കാൻ, ഈ ഒരു ഭൗതിക ലോകം സൃഷ്ടിക്കുന്നതിനെ സഹായിക്കുന്നത്. പിന്നെ വരുന്ന നീലാശക്തി, അതാണ് സംഹാരത്തിൻ്റെ ശക്തി എന്നുള്ളൊരു എക്സ്പ്ലനേഷനും ഇവിടെ പറയുന്നു നമ്മുടെ ആചാര്യന്മാർ.
സോ ഇവർ ആസ് പേഴ്സൺ ഓരോ വ്യക്തികളായിട്ട് വ്യക്തിരൂപത്തിൽ ഭഗവാൻ നാരായണനെ സെർവ് ചെയ്യുന്നുണ്ട്. അതേപോലെ പല എക്സ്പാൻഷൻസും അവരുടെ വരുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടി നടക്കുന്ന സമയത്ത് അവിടെ ഭഗവാന്റെ ശക്തികൾ വരുന്നത്. സോ ഇങ്ങനെ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. ഓക്കെ. സോ 28ാമത്തെ ശ്ലോകം വരെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ബാക്കി ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, ഗുരുജനങ്ങളുടെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം, 29ാമത്തെ ശ്ലോകം മുതൽ. സോ താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും നന്ദി പറയുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃത് की जय, जगद्गुरु श्रील प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, संवेद गौर भक्त वृंद की जय, हिताय गौर प्रेमानंदे. थैंक यू. हरे ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. താങ്ക് യു. പ്രണാം പ്രഭു. പ്രഭു നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. അന്ന് പ്രഭു ഒരു കാര്യം, ഈ ശ്രീ ഭൂ നീലാശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നതാണോ പ്രഭു? ഇത് മൂന്ന് ഒന്നിച്ച് പറയുന്നതാണോ? അതാണ് ഇവിടെ അവസാനം പറഞ്ഞിട്ടുള്ളത്, ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. ജീവമായ എന്ന ഇടയ്ക്ക് ചിലപ്പോൾ പറയുന്നത് ആക്ച്വലി ഇത് 3 ശക്തികളെയും ചേർന്നിട്ട് ഇടയ്ക്ക് അങ്ങനെ നമ്മൾ ടെർമിനോളജി ഒരൊറ്റ വാക്കിൽ പറയും. അപ്പോൾ ബേസിക്കലി ഈ ഭൗതിക ലോകത്തിൻ്റെ നിലനിൽപ്പും അതേപോലെ തന്നെ അതിൻ്റെ പരിപാലനവും സംഹാരവും ഇതൊക്കെ ഭഗവാന്റെ ശക്തിയിലൂടെയാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെയാണ് ഇവിടെ ശ്രീഭൂനീല എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ പറയുന്നു. അതേപോലെ ആസ് പേഴ്സൺ ഇവരൊക്കെ ഓരോ വ്യക്തികളായിട്ട് ഭഗവാൻ നാരായണനെ സെർവ് ചെയ്യുന്നുണ്ട് വൈകുണ്ഠത്തിൽ. അതുകൊണ്ട് അങ്ങനെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു വെരി മച്ച്. ഹരി ബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ. പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹരേ കൃഷ്ണ. താങ്ക് യു.